2026 ആദ്യ പകുതി കഴിയുമ്പോൾ സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ തരംഗം സൃഷ്ടിച്ചത് ഏത് ജോണറാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: ഹൊറർ. തിയേറ്ററുകളിൽ ആളുകളെ ഭയന്ന് വിറപ്പിച്ച റോട്ടൻ ടൊമാറ്റോസിൽ റെക്കോർഡ് റേറ്റിംഗ് വാരിക്കുട്ടിയ 2026 ഏറ്റവും മികച്ച 7 ഹൊറർ ചിത്രങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഏഴാം സ്ഥാനത്തുള്ളത് ലീ ക്രോണിൻ സംവിധാനം ചെയ്ത ദ മമ്മിയാണ്. 60% റോട്ടൻ ടൊമാറ്റോ സ്കോറുള്ള ഈ ചിത്രം പഴകിയ ക്ലാസിക് മമ്മി സിനിമകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഈവിൽ ഡെഡ് റൈസ് എന്ന ചിത്രത്തിലൂടെ ആഗോളതലത്തിൽ പ്രേക്ഷകരെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ലീ ക്രോണിൻ തന്നെയാണ് ഈ ചിത്രത്തിന്റെയും അമരക്കാരൻ. അതുകൊണ്ട് തന്നെ കേവലം കണ്ണുവെട്ടിക്കുന്ന സദാ ജംസ്കെയറുകൾക്കപ്പുറം കാഴ്ചക്കാരനിൽ അറപ്പും വെറുപ്പും ഭയവും ഒരുപോലെ സൃഷ്ടിക്കുന്ന ബോഡി ഹൊറർ ആൻഡ് വിസറൽ ഗോർ അനുഭവത്തിലാണ് സംവിധായകൻ ഇവിടെ മുൻഗണന നൽകിയിരിക്കുന്നത്. ജാക്ക് റെയ്നോർ, ലയ കോസ്റ്റ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഗോർ ഹെവി ഹൊറർ തന്നെയാണ്. പഴയ ഈജിപ്ഷ്യൻ മിത്തോളജിയേക്കാൾ ഫാമിലി ട്രോമ, പൊസഷൻ, ബോഡി ഹൊറർ എന്നിവയ്ക്കാണ് സിനിമ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസിക് മമ്മി അഡ്വഞ്ചർ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇതങ്ങനെയൊന്നല്ല. ഇത് കൂടുതൽ ഡാർക്ക്, ഡിസ്റ്റർബിംഗ്, ബ്രൂട്ടലായ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ്. മരുഭൂമിയുടെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന പുരാതനമായ ഒരു നിഗൂഢ ശാപം യാദൃശ്ചികമായി ഉണർത്തപ്പെടുന്നതും തുടർന്ന് മനുഷ്യ ശരീരങ്ങളെ പോലും അതിദയനീയമായി വികൃതമാക്കിക്കൊണ്ട് ആ ശക്തി നടത്തുന്ന അതിക്രൂരമായ വേട്ടയാടലുകളുമാണ് കഥയുടെ കാതൽ. ഹോളിവുഡ് ക്ലാസിക് മമ്മി പടങ്ങളിലെ അഡ്വഞ്ചർ ശൈലി പൂർണ്ണമായും ഒഴിവാക്കി തികച്ചും റോ ആയും ഡാർക്കായും അവതരിപ്പിച്ചിരിക്കുന്ന ഈ ചിത്രം മനക്കട്ടിയുള്ള ഹൊറർ പ്രേമികൾക്ക് ഒരു വേറിട്ട കാഴ്ചാനുഭവം തന്നെയായിരിക്കും. നമ്മുടെ ലിസ്റ്റിൽ 6ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 89% ഉയർന്ന റോട്ടൻ ടൊമാറ്റോ സ്കോർ നേടിയ സിനിമാ ലോകത്തെ അമ്പരപ്പിച്ച ദ ബാക്ക് റൂംസ് ആണ്. യൂട്യൂബിൽ ദശലക്ഷക്കണക്കിന് ആളുകളെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ഇന്റർനെറ്റ് ക്രീപ്പി പാസ്റ്റ സംസ്കാരത്തിൽ നിന്ന് പിറവിയെടുത്ത ആ കുപ്രസിദ്ധമായ സങ്കല്പം ഒടുവിൽ വമ്പൻ മേക്കിംഗ് ക്വാളിറ്റിയോടെ ബിഗ് സ്ക്രീനിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ്. യൂട്യൂബിൽ തന്റെ 16ാം വയസ്സിൽ ദ ബാക്ക് റൂംസ് എന്ന ഹ്രസ്വ ചിത്രത്തിലൂടെ ലോകശ്രദ്ധ നേടിയ കെയ്ൻ പാർസൺസ് തന്നെയാണ് ഈ ഫീച്ചർ ചിത്രത്തിന്റെയും സംവിധായകൻ എന്നത് ഇതിന്റെ മാറ്റുകൂട്ടുന്നു. ഹോളിവുഡിലെ വമ്പൻ പ്രൊഡക്ഷൻ ഹൗസുകളായ A24, അറ്റോമിക് മോൺസ്റ്റർ, ചെറിൻ എന്റർടൈൻമെന്റ് എന്നിവർ ഒന്നിച്ചാണ് ഈ ഡാർക്ക് മാസ്റ്റർ പീസ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഭൗതിക യാഥാർത്ഥ്യത്തിന്റെ ഇടനാഴികളിൽ നിന്ന് പെട്ടെന്ന് വഴുതി പോകുന്നതും അറ്റവും അതിരുകളുമില്ലാത്ത മഞ്ഞച്ചായം പൂശിയ മുറികൾ മാത്രമുള്ള ഒരു വിചിത്ര ലോകത്തേക്ക് യാദൃശ്ചികമായി വീണു പോകുന്ന ഒരു യുവാവിന്റെ അതിജീവന പോരാട്ടമാണ് ചിത്രത്തിന്റെ പ്രമേയം. യങ് ആക്ടർ ചിറ്റ്വാൻ അന്തോണി അവതരിപ്പിക്കുന്ന നായക കഥാപാത്രത്തിന്റെ ഒറ്റപ്പെടലും വിക്കി നൈറ്റ് ഉൾപ്പെടെയുള്ള പ്രധാന അഭിനേതാക്കളുടെ പ്രകടനവുമാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത്. മാഞ്ഞു പോകാത്ത ഫ്ലൂറസെന്റ് ലൈറ്റുകളുടെ അസ്വസ്ഥതയുണ്ടാക്കുന്ന മൂളക്കവും അനന്തമായി നീളുന്ന വിജനമായ മുറികളും പ്രേക്ഷകനിൽ അതിശക്തമായ മാനസിക സമ്മർദ്ദവും ഭയവും ഒരുപോലെ സൃഷ്ടിക്കുന്നു. ഇതിനു പുറമെ ഡാനിയൽ ലൊപ്പാറ്റിന്റെ നിഗൂഢത നിറഞ്ഞ പശ്ചാത്തല സംഗീതവും ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് നിഴലുകളിൽ നിന്ന് ഉയർന്നു വരുന്ന പേടിപ്പെടുത്തുന്ന ജീവികളുടെ സാന്നിധ്യം കൂടിയാകുമ്പോൾ തിയേറ്ററിൽ തികച്ചും വ്യത്യസ്തവും അവിസ്മരണീയവുമായ ഒരു സൈക്കോളജിക്കൽ ഹൊറർ അനുഭവം തരാൻ കെയ്ൻ പാർസണിന്റെ ഈ ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. 5ാം സ്ഥാനത്ത് നമ്മെ കാത്തിരിക്കുന്നത് മോഡേൺ അറ്റ്മോസ്ഫിയറിക് ഹൊററിന്റെ അൾട്ടിമേറ്റ് മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹുക്കുമാണ്. റോട്ടൻ ടൊമാറ്റോസിൽ 88% അപ്രൂവൽ റേറ്റിംഗ് നേടിയ ഈ ചിത്രം കാഴ്ചക്കാരെ ഭയപ്പെടുത്തുന്നത് കേവലം സദാ ജംസ്കെയറുകൾ കൊണ്ടല്ല, മറിച്ച് ഇതിന്റെ നെഞ്ചിൽ ഭയം കോരിയിടുന്ന അറ്റ്മോസ്ഫിയറിക് സൗണ്ട് ഡിസൈനും വിഷ്വൽസും കൊണ്ടാണ്. കാവിറ്റ്, ഒഡിറ്റി തുടങ്ങിയ സ്വതന്ത്ര ഹൊറർ മാസ്റ്റർ പീസുകളിലൂടെ ആരാധകരെ നേടിയ ഐറിഷ് ഫിലിം മേക്കർ ഡാമിയൻ മക്കാത്തി തന്നെയാണ് ഈ ചിത്രത്തിന്റെയും രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. പ്രശസ്ത ഇൻഡി ഹൊറർ പ്രൊഡക്ഷൻ കമ്പനിയായ സ്പൂക്കി പിക്ചേഴ്സ്, ഇമേജിനേഷൻ അബുദാബി, തിയേറ്റർ വിതരണക്കാരായ നിയോൺ എന്നിവർ ഒന്നിച്ചാണ് ഈ ഡാർക്ക് മിസ്റ്ററി പടം അവതരിപ്പിച്ചിരിക്കുന്നത്. എത്തനിക് നേരിടേണ്ടി വന്ന ഒരു വലിയ ദുരന്തത്തിന് ശേഷം മാതാപിതാക്കളുടെ അസ്ഥിതറ സ്ഥിതി ചെയ്യുന്ന അയർലൻഡിലെ വിജനമായ ഒരു പഴയ ഹോട്ടലിലേക്ക് എത്തുന്ന ഓം ബുമാൻ എന്ന എഴുത്തുകാരന്റെ കഥയാണ് ചിത്രം പറയുന്നത്. എന്നാൽ അവിടെയാളെ കാത്തിരുന്നത് ആ ഹോട്ടലിന്റെ ഭയാനകമായ ഭൂതകാലവും അവിടുത്തെ നിഗൂഢമായ ആചാരങ്ങളിലൂടെ ഉണർത്തപ്പെട്ട ഒരു ദുഷ്ടശക്തിയുമായിരുന്നു.
പ്രശസ്ത ഹോളിവുഡ് താരം ആഡം സ്കോട്ട് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ പീറ്റർ കൂനൻ, ഡേവിഡ് വിൽമോട്ട്, ആസ്റ്റിൻ അമേലിയ എന്നിവരുടെ തകർപ്പൻ പ്രകടനങ്ങളാണ് കഥയ്ക്ക് ജീവൻ നൽകുന്നത്. ദ കോൺജൂറിംഗ്, ഇൻസിഡിയസ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് സംഗീതം പകർന്ന ജോസഫ് ബിഷാരയുടെ അസ്വസ്ഥതയുണ്ടാക്കുന്ന പശ്ചാത്തല സംഗീതവും കോംഹാഗന്റെ ക്യാമറ കണ്ണുകളിൽ വിരിഞ്ഞ മൂഡി ഫ്രെയിമുകളും കൂടിയാകുമ്പോൾ സൈക്കോളജിക്കൽ മൈൻഡ് ഗെയിമുകൾ ഇഷ്ടപ്പെടുന്ന ഹൊറർ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വിരുന്നായി ഹൊക്കും മാറുന്നു. 4ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് 92% ഉയർന്ന റോട്ടൻ ടൊമാറ്റോ സ്കോർ നേടി ഫ്രാഞ്ചൈസിയിലെ ഒറിജിനൽ സിനിമകളെ പോലും കടത്തിവെട്ടിയ മാസ്റ്റർ പീസ് ചിത്രമായ 28 Years Later ദ ബോൺ ടെമ്പിൾ ആണ്. ഒറിജിനൽ പടത്തിന്റെ അണിയറ പ്രവർത്തകരായ ഡാനി ബോയലും അലക്സ് ഗാർലാൻഡും പ്രൊഡ്യൂസർമാരായി കൂടെയുള്ളപ്പോൾ ഈ പുതിയ അധ്യായം വമ്പൻ മേക്കിങ്ങിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് ഏറെ ശ്രദ്ധേയായ ഫിലിം മേക്കർ നിയ ഡക്കോസയാണ്. റേഞ്ച് വൈറസ് വിതച്ച സർവനാശത്തിന് ശേഷം 28 വർഷങ്ങൾക്കിപ്പുറമുള്ള ഭയാനകമായ അന്തരീക്ഷത്തിലാണ് സിനിമയുടെ കഥ നടക്കുന്നത്. ഒരിടത്ത് മരണമടഞ്ഞ ആയിരക്കണക്കിന് മനുഷ്യരുടെ അസ്ഥികൾ കൊണ്ട് ഒരു ഭീകരമായ ബോൺ ടെമ്പിൾ പണിയുന്ന ഡോക്ടർ ഇയാൻ കേൽസൺ, ആ ക്ഷേത്രത്തിന് ചുറ്റും വേട്ടയാടി നടക്കുന്ന സാംസൺ എന്ന ഇൻഫെക്റ്റഡ് ആയ രാക്ഷസ രൂപത്തിൽ നിന്ന് പഴയ മനുഷ്യത്വത്തിന്റെ ഓർമ്മകൾ വീണ്ടെടുക്കാൻ ഡോക്ടർ ശ്രമിക്കുന്നതാണ് കഥയുടെ പ്രധാന വശം. എന്നാൽ മറുഭാഗത്ത് സമാനതകളില്ലാത്ത ക്രൂരത നിറഞ്ഞ മറ്റൊരു ലോകമാണുള്ളത്. ജിമ്മി ക്രിസ്റ്റൽ എന്ന സൈക്കോപാത്തിന്റെ നേതൃത്വത്തിലുള്ള സത്താനിക് ക്ലാൻ സർവൈവർമാരെ തട്ടിക്കൊണ്ടുവന്ന് ക്രൂരമായ മരണക്കളിക്ക് ഇരയാക്കുന്നു. ഈ സംഘത്തിന്റെ കൈകളിൽപ്പെടുന്ന സ്പൈക്ക് എന്ന കൊച്ചു പയ്യന്റെ അതിജീവന പോരാട്ടവും ഡോക്ടർ കേൽസണിന്റെ ബോൺ ടെമ്പിളിൽ വെച്ച് നടക്കുന്ന ഭയാനകമായ ഏറ്റുമുട്ടലുകളും കാഴ്ചക്കാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കും. ഓസ്കാർ ജേതാവ് ഹിൽഡർ നെഞ്ചിൽ ഭയം വിതയ്ക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആദ്യ ഭാഗത്തിലെ നായകനായ ജിമ്മിന്റെ തകർപ്പൻ കാമിയോ എൻട്രിയും കൂടിയാകുമ്പോൾ പക്ക പോസ്റ്റ് അപ്പോകാലിപ്സ് സർവൈവൽ ആക്ഷനും ചോര മരവിപ്പിക്കുന്ന ബ്ലഡ് ഷെഡും ആഗ്രഹിക്കുന്ന ഹൊറർ ആരാധകർക്ക് ഇത് തിയേറ്ററിൽ ഒരു അപൂർവ അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 93% എന്ന ഉയർന്ന റോട്ടൻ ടൊമാറ്റോ സ്കോർ നേടിയ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ വമ്പൻ തരംഗം സൃഷ്ടിച്ച സെൻഡ് ഹെൽപ്പ് ആണ്. ഈവിൽ ഡെഡ്, ഡ്രാഗ് മീ ടു ഹെൽ തുടങ്ങിയ ക്ലാസിക് ചിത്രങ്ങളിലൂടെ ഹൊറർ പ്രേമികളുടെ മനം കവർന്ന മാസ്റ്റർ ഫിലിം മേക്കർ സാം റൈമിയുടെ അതിഗംഭീരമായ തിരിച്ചുവരവാണ് ഈ ചിത്രം. പ്രശസ്ത പ്രൊഡക്ഷൻ ഹൗസുകളായ 20th സെഞ്ച്വറി സ്റ്റുഡിയോസ്, റൈമി പ്രൊഡക്ഷൻ എന്നിവർ ചേർന്നാണ് ഈ സർവൈവൽ സൈക്കോളജിക്കൽ ഡാർക്ക് കോമഡി ഹൊറർ ചിത്രം ബിഗ് സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത്. നൈറ്റ് അറ്റ് ദ മ്യൂസിയം സീരീസിലൂടെ പ്രശസ്തരായ മാർക്ക് സ്വിഫ്റ്റും ഡാമിയൻ ഷാനൂനുമാണ് ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഒരു ബിസിനസ് ട്രിപ്പിനിടെ പ്രകൃതിയുടെ വികൃതി കാരണമുണ്ടാകുന്ന അതിദാരുണമായ ഒരു വിമാനാപകടത്തെ തുടർന്ന് പസഫിക് സമുദ്രത്തിലെ വിജനമായ ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ അകപ്പെട്ടു പോകുന്ന അതിസമ്പന്നയായ ബോസ് ലിൻഡയും അവളുടെ അപകർഷതാബോധം ദേഷ്യവുമുള്ള ജീവനക്കാരൻ ബ്രാഡ്ലിയുടെയും കഥയാണിത്. അപകടത്തിൽ കാലിന് പരിക്കേൽക്കുന്ന ലിൻഡയ്ക്ക് അതിജീവിക്കണമെങ്കിൽ താൻ ഓഫീസ് മുറിയിൽ മൃഗീയമായി പെരുമാറിയ ബ്രാഡ്ലിയെ ആശ്രയിച്ചേ മതിയാകൂ എന്ന അവസ്ഥ വരുന്നു. ഇരുവരും തമ്മിൽ ആ വിജനമായ ദ്വീപിൽ വെച്ച് അധികാരത്തിനും അതിജീവനത്തിനുമായി നടത്തുന്ന മാനസിക പോരാട്ടവും മൈൻഡ് ഗെയിമുകളുമാണ് കഥയുടെ നട്ടെല്ല്. എന്നാൽ വിശപ്പും ദാഹവും പരസ്പരമുള്ള പകയും മാത്രമല്ല അവരെ കാത്തിരുന്നത്. കാടിന്റെ ആഴങ്ങളിൽ അവർ തിന്നുന്ന ചില വിചിത്രമായ സസ്യങ്ങളും ആ ദ്വീപിന്റെ ആഴങ്ങളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പ്രാചീനമായ ആ ദുഷ്ടശക്തിയും കൂടിയാകുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. സാം റൈമി സ്പെഷ്യൽ പ്രാക്ടിക്കൽ ഇഫക്റ്റുകളും രക്തച്ചൊരിച്ചിൽ നിറഞ്ഞ ഘോർ രംഗങ്ങളും ചിരിയും പേടിയും ഒരേ സമയം സമ്മാനിക്കുന്ന ഡാർക്ക് കോമഡി സമന്വയിച്ച ഈ ചിത്രം ത്രില്ലർ പ്രേമികൾക്ക് ഒരു നിമിഷം പോലും കണ്ണെടുക്കാൻ പറ്റാത്ത തരം അൾട്ടിമേറ്റ് അനുഭവമായി മാറുന്നു. 2026 ഏറ്റവും വലിയ സർപ്രൈസ് ഹിറ്റ് ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ളത് 96% റോട്ടൻ ടൊമാറ്റോ സ്കോർ നേടിയ ഒബ്സഷൻ എന്ന സൂപ്പർ ഹിറ്റ് സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലറാണ്. I was calling to see if there's a way I can cancel a wish. I'm sorry, we all മിൽക്ക് ആൻഡ് സീരിയൽ എന്ന വൈറൽ ഹൊറർ യൂട്യൂബ് ചിത്രത്തിലൂടെ ഇന്റർനെറ്റിനെ വിറപ്പിച്ച കറി ബാർക്കർ രചനയും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രം വളരെ തുച്ഛമായ ബജറ്റിൽ നിർമ്മിച്ച് ഇൻഡിപെൻഡന്റ് സിനിമകളുടെ ലോകത്ത് വമ്പൻ ചരിത്രമാണ് സൃഷ്ടിച്ചത്. തന്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരിയായ നിക്കിയെ അന്ധമായി സ്നേഹിക്കുന്ന ഭയർ എന്ന യുവാവിന്റെ കഥയാണിത്. ചോദിക്കുന്ന ഏതാഗ്രഹവും സാധിച്ചു നൽകുന്ന ഒരു വൺ വിഷ് വിലോ അവന് ലഭിക്കുന്നതോടെ നിക്കി തന്നെ ലോകത്ത് എന്തിനേക്കാളും പ്രണയിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ ഒരൊറ്റ ആഗ്രഹം യാഥാർത്ഥ്യമാകുന്നതോടെ അവളുടെ സ്നേഹവും ഭയാനകവും ക്രൂരവുമായ ഒരു ആവേശമായി മാറുകയാണ് ചെയ്യുന്നത്.
പ്രശസ്ത നടൻ മൈക്കൽ ജോൺസ്റ്റൺ ബെയറായി തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ഇന്ത്യൻ നവരാറ്റ് നിക്കി എന്ന കഥാപാത്രമായി ഭയത്തിന്റെയും ഭ്രാന്തിന്റെയും അതിരുകൾ മായ്ക്കുന്ന അഭിനയമാണ് കാഴ്ചവെക്കുന്നത്. ഒരു വ്യക്തിയോടുള്ള അടങ്ങാത്ത പ്രണയം എങ്ങനെ ഒരു ക്രൂരമായ പ്രേതബാധയേക്കാൾ ഭയാനകമായ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്നു എന്ന് ഈ ചിത്രം കാട്ടിത്തരുന്നു. കാണുന്നയാളുടെ നെഞ്ചിൽ ഭയം കോരിയിടുന്ന നായികയുടെ ആ ഭ്രാന്തി പിടിച്ച ചിരിയും അന്തരീക്ഷത്തിൽ പടരുന്ന നിഗൂഢതയും മാത്രം മതി ഈ ചിത്രം നിങ്ങളുടെ ഉറക്കം കെടുത്താൻ. ബി കെയർഫുൾ വാട്ട് യു വിഷ് ഫോർ എന്ന പഴഞ്ചൊല്ലിന് അത്യന്തം ഭയാനകമായ ഒരു മാസ്റ്റർ പീസ് രൂപം നൽകാൻ കറി ബാർക്കന് സാധിച്ചിട്ടുണ്ട്. ആൻഡ് നൗ ദ മൊമെന്റ് യു ഹാവ് ഓൾ ബീൻ വെയിറ്റിംഗ് ഫോർ. 2026 ആദ്യ പകുതിയിലെ അൾട്ടിമേറ്റ് ഹൊറർ മാസ്റ്റർ പീസായി ലോക സിനിമാ ലോകത്തിന്റെ കിരീടം ചൂടി 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് 5 നക്ഷത്ര നിരൂപണങ്ങൾ വാരിക്കൂട്ടിയ ലെവിറ്റിക്കസ് ആണ്. 97% എന്ന റെക്കോർഡ് റോട്ടൻ ടൊമാറ്റോ സ്കോർ നേടി ഒബ്സഷൻ എന്ന ചിത്രത്തിന്റെ സിംഹാസനം തട്ടിയെടുത്താണ് ലെവിറ്റിക്കസ് 1ാമതായി എത്തിയത്. പ്രശസ്തമായ സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്തപ്പോൾ തന്നെ കാണികളെ ഭയം കൊണ്ട് വിറപ്പിച്ച ഈ ചിത്രം അന്താരാഷ്ട്ര നിരൂപകരിൽ നിന്ന് വമ്പൻ പ്രശംസയാണ് പിടിച്ചുപറ്റിയത്. ടോക്ക് ടു മീ എന്ന ആഗോള ഹൊറർ തരംഗം സമ്മാനിച്ച ഓസ്ട്രേലിയൻ പ്രൊഡക്ഷൻ ഹൗസായ കോസ്വേ ഫിലിം നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഇൻഡിപെൻഡന്റ് സിനിമകളിലൂടെ ശ്രദ്ധേയനായ ഏഡ്രിയൻ ചിയറലെയാണ്. ഓസ്ട്രേലിയയിലെ ഒരു തീവ്ര ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസ്റ്റ് ഗ്രാമത്തിലേക്ക് കുടിയേറുന്ന നൈം റയാൻ എന്ന 2 കൗമാരക്കാരുടെ കഥയാണിത്. ഇവർക്കിടയിലെ വളർന്നു വരുന്ന രഹസ്യബന്ധം നാട്ടുകാരും മതനേതാക്കളും അറിയുന്നതോടെ അവരുടെ ചിന്തകളെയും വികാരങ്ങളെയും ശുദ്ധീകരിക്കാൻ ഗ്രാമത്തിലെ പ്രസിബിറ്റേറിയൻ മൂപ്പന്മാർ തീരുമാനിക്കുന്നു. ഇതിനായി ഡെലിവറൻസ് ഹീലർ എന്ന തട്ടിപ്പുകാരനിലൂടെ ബൈബിളിലെ ലേവ്യ പുസ്തകത്തിലെ നിഗൂഢവും പ്രാചീനവുമായ അനുഷ്ഠാനങ്ങൾ ഉപയോഗിച്ച് ഒരു പ്രേതബാധ ഒഴിപ്പിക്കൽ ആചാരം നടപ്പിലാക്കുന്നു. എന്നാൽ മനുഷ്യന്റെ അടങ്ങാനാവാത്ത വികാരങ്ങളെയും പ്രകൃതി നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ആ ദുരാചാരത്തിലൂടെ അവർ അറിയാതെ ലോകത്തേക്ക് തുറന്നുവിടുന്നത് സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള ഒരു അതിക്രൂരമായ ദുഷ്ടശക്തിയെയാണ്. തങ്ങളെ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന, ജീവന തുല്യം സ്നേഹിക്കുന്ന ആളുകളുടെ അതേ രൂപത്തിലും ശബ്ദത്തിലും വന്ന് സ്വന്തം ജീവനെടുക്കാൻ ശ്രമിക്കുന്ന ആ രാക്ഷസ രൂപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ നടത്തുന്ന ജീവൻ മരണ പോരാട്ടമാണ് ചിത്രത്തിന്റെ പ്രമേയം. ജോ ബേർഡ്, സ്റ്റേസി ക്ലോസൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി കണ്ണീരും ഭയവും കലർന്ന തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ഓസ്കാർ നോമിനിയും പ്രശസ്ത ഹോളിവുഡ് താരവുമായ മിയ വാസികോവ്സ്ക ഗ്രാമത്തിലെ ദുരൂഹമായ മതനേതാവായി എത്തി ഞെട്ടിക്കുന്ന അഭിനയമാണ് സമ്മാനിച്ചിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫർ ആറോൺ മക്ലിസ്കിയുടെ ശ്വാസം മുട്ടിക്കുന്ന ഡാർക്ക് ഫ്രെയിമുകളും വിഖ്യാത സംഗീത സംവിധായകൻ ജഡ് കുർസലിന്റെ ചോരമരവിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി ചേരുമ്പോൾ നിങ്ങളുടെ ധൈര്യത്തെയും ചിന്തകളെയും ഒരുപോലെ പരീക്ഷിക്കുന്ന, ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അവിസ്മരണീയമായ തിയേറ്റർ അനുഭവമായി ലെവിറ്റിക്കസ് മാറുന്നു. നിങ്ങളുടെ ധൈര്യം യഥാർത്ഥത്തിൽ പരിശോധിക്കണമെങ്കിൽ 2026 ഈ അൾട്ടിമേറ്റ് നമ്പർ 1 ഹൊറർ മൂവി തിയേറ്ററിൽ തന്നെ കണ്ടേ പറ്റൂ. 2026 റിലീസ് ചെയ്ത ഈ 7 ഹൊറർ സിനിമകളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ്? ഒന്ന് കമന്റിൽ പറയും.